കിഫ്ബിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. കേരള ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് കൈകാര്യം ചെയ്യുന്നതിനായി കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് നിലവിൽ വന്നു. അതാണ് കിഫ്ബി എന്ന് പറയുന്നത്. കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡാണ് കിഫ്ബി. അത് കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് കൈകാര്യം ചെയ്യുന്നതിനായി 1999 നവംബർ 11 നിലവിൽ വന്നത്. ഇനി കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ആക്ട് 1999 പ്രകാരമാണ് കിഫ്ബി രൂപവത്കരിക്കപ്പെട്ടിരിക്കുന്നത്. ജലസേചനം, റോഡുകൾ, വൈദ്യുതി, ജലവിതരണം, ഉൾനാടൻ നാവിഗേഷൻ, തുറമുഖങ്ങൾ, ഖരമാലിന്യ സംസ്കരണം, ഡ്രെയിനേജ് എന്നീ മേഖലയിലെ പദ്ധതികൾക്ക് നിക്ഷേപം നൽകുക എന്നതായിരുന്നു ഫണ്ടിന്റെ പ്രധാന ലക്ഷ്യം. ഇനി സംസ്ഥാന മുഖ്യമന്ത്രിയാണ് കിഫ്ബിയുടെ അധ്യക്ഷൻ, ധനകാര്യമന്ത്രിയാണ് വൈസ് ചെയർപേഴ്സൺ. ഒന്നുകൂടെ നോക്കാം, എന്താണ് കിഫ്ബി എന്ന് പറയുന്നത്? കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡാണ്. അത് നിലവിൽ വന്നത് എന്തുദ്ദേശത്തോടു കൂടിയാണ്? കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. 1999 നവംബർ 11 നിലവിൽ വന്നത്. കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ആക്ട് 1999 പ്രകാരമാണ് അത് നിലവിൽ വന്നത്. ഇനി ജലസേചനം, റോഡുകൾ, വൈദ്യുതി, ജലവിതരണം, ഉൾനാടൻ നാവിഗേഷൻ, തുറമുഖങ്ങൾ, ഖരമാലിന്യ സംസ്കരണം, ഡ്രെയിനേജ് എന്നീ മേഖലയിലെ പദ്ധതികൾക്ക് നിക്ഷേപം നൽകുക എന്നതായിരുന്നു കിഫ്ബിയുടെ രൂപവത്കരണത്തിന്റെ ലക്ഷ്യം. സംസ്ഥാന മുഖ്യമന്ത്രിയാണ് കിഫ്ബിയുടെ അധ്യക്ഷൻ, ധനകാര്യമന്ത്രിയാണ് വൈസ് ചെയർപേഴ്സൺ.